ലാൽ സലാം ബബബ കളക്ഷൻ കുതിച്ചു കയറുകയാണ് ക്രിസ്മസ് ദിനത്തിൽ. മണിക്കൂറിൽ 2000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടാണ് സിനിമയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചത് തന്നെ. എന്തായാലും ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ സിനിമയ്ക്ക് തിയേറ്റർ കൗണ്ടുകൾ കുറയുന്നു, ഷോ കൗണ്ടുകൾ കുറയുന്നു, മറ്റ് രണ്ടോളം സിനിമകൾ വന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. എന്നിരുന്നാലും ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ കുതിച്ചുയരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇതുവരെ 799ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 55,000-ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കണ്ടു അല്ലെങ്കിൽ അതിന് ടിക്കറ്റ് എടുത്തു എന്ന് തന്നെ പറയാം. 28% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 83,63,000 രൂപയോളം വൈകുന്നേരം 6 മണി വരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നും സിനിമ 1 കോടിക്ക് മുകളിലെത്തുന്ന കാഴ്ച കാണാം. വമ്പൻ അല്ലെങ്കിൽ നല്ല റിലീസുകൾ ഉണ്ടായിട്ട് പോലും നിവിൻ പോളിയുടെ സിനിമ ഹെവി പോസിറ്റീവ് വന്നതോടുകൂടി ബാക്കിയുള്ള സിനിമയ്ക്ക് അതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടിയിലേക്ക് സിനിമ എത്താൻ പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് 40 കോടിയും കടന്ന ചിത്രം വരുന്ന ദിവസങ്ങളിൽ 50 കോടി അടിക്കുമെന്നുള്ളതാണ് ഉറപ്പിക്കാമെന്നുള്ളത്. മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ് ഈ ഒരു സിനിമയെ ഇത്രത്തോളം എത്തിച്ചത്. വലിയ നെഗറ്റീവാണ് ഈ ഒരു സിനിമയ്ക്ക് ആദ്യ ദിവസത്തിന് ശേഷം വന്ന അഭിപ്രായങ്ങൾ മുഴുവൻ. പക്ഷേ മോഹൻലാലിൻ്റെ പ്രസൻസ് ഉണ്ടോ, ആ നെഗറ്റീവുകളെയെല്ലാം പാടെ മാറ്റിക്കൊണ്ട് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുതന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. മോഹൻലാലിൻ്റെ സെക്കൻഡ് ഹാഫിലെ പ്രകടനത്തിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഏറെയും ആളുകൾ കയറുന്നത് എന്നുള്ളതാണ് കൂടുതലും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് മോഹൻലാൽ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഏത് റേഞ്ചിലേക്ക് സിനിമ വീഴുമെന്ന് നമുക്കറിയാം. പക്ഷേ മോഹൻലാലിൻ്റെ ആ ഒരൊറ്റ പ്രസൻസിൽ തന്നെ ഈ ഒരു സിനിമയ്ക്ക് മാന്യമായ ഒരു കളക്ഷനിലേക്ക് എത്താൻ കഴിയുന്നു. ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ 50 കോടി നേടുന്ന ദിനം നിങ്ങൾക്കൊന്ന് കമൻറ്റ്സിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.